ഹലോ ഹായ് എല്ലാവർക്കും. അപ്പോൾ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് മാളിൽ പോയി നോക്കാം. മാളിൽ എന്തൊക്കെയോ പെരുന്നാളുമായിട്ട് സംബന്ധിച്ചിട്ട് ഫുഡിൻ്റെ സംഭവങ്ങളും എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടെന്നാണ് കേട്ടത്, അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മാളിൽ പോയിട്ട് കാണാം കേട്ടോ. അവിടെ രണ്ട് പൂച്ചകൾ അടികൂടാൻ കണക്കിന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഇവിടെ രണ്ടെണ്ണം ബഹളം അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും മാളിൽ പോയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ മാളിൽ കീറാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ അല്ലേ, കയറാൻ പറ്റുമോ എന്നൊരു പിടുത്തമില്ല. കംപ്ലീറ്റ് റോഡ് സഹിതം വണ്ടി പാർക്കിംഗ് ആണ്. അകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ പുറത്ത് തന്നെ ഫുള്ളായിട്ട് വണ്ടി നിൽക്കുകയാണ്. എത്ര സമയമെടുത്താൽ അകത്ത് കയറി പാർക്ക് ചെയ്യാൻ പറ്റും എന്നറിയാത്തത് കാരണം നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ എന്നൊരാലോചനയിലാണ് പോകുന്നത്. ഈ എൻട്രൻസ് എന്തായാലും പറ്റില്ല. അകത്ത് കാണിച്ചു കൊടുക്കും. നമ്മൾ അപ്പുറത്തെ എൻട്രൻസും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കയറാൻ എന്തേലും വഴിയുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മൾ പതിയെ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് വേറെ എങ്ങോട്ടേലും പോകാം എന്നുള്ളതാണ് ഐഡിയ. അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം മണി എത്രയായി? 7:30. നമ്മൾ പാർക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു 8:30 മണിയാവും പാർക്ക് ചെയ്യാൻ തന്നെ. അപ്പം പിന്നെ അകത്ത് കയറാനുള്ള സമയമൊക്കെ കുറവായിരിക്കും. അത് കാരണം മിക്കവാറും ക്യാൻസൽ ചെയ്യേണ്ടി വരും മാളിൽ കയറുന്നത്. നമ്മൾ പുറത്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്നാണ് ഐഡിയ. നോക്കട്ടെ. നമ്മൾ പാർക്കിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. റൈറ്റ് കയറി പോകാമായിരുന്നു. ബുദ്ധിമാനാണല്ലോ ഞാൻ. പിന്നെ അകത്ത് കയറാനില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. കയറാൻ പറ്റുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇവരെന്താ പരിപാടി എന്നറിയോ? ഈ എൻട്രൻസും ഇങ്ങോട്ടേക്കാണ് വിടണം. മനസ്സിലായില്ല? താഴെ കൂടി അങ്ങോട്ടുള്ള വഴിയില്ലേ, മുകളിലേക്ക് കയറ്റി വിടണില്ല. മനസ്സിലായ? കൊല്ലല്ല ബുദ്ധി. അവിടെ ഫുൾ വേണ്ട, നമ്മൾ കയറുന്നില്ല. മുകളിലോട്ട് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറാം. കയറണോടാ? വേണ്ട, നമ്മൾ കാണത്തൊന്നും. ആ പരിപാടി നമുക്കില്ല. മുകളിലേക്ക് കയറാൻ പറ്റും. ചൊവ്വാഴ്ച കയറ്റി വിടുമല്ലേ? നോക്കാം, അപ്പുറത്തോടെ ഇറങ്ങി പോവാനാ. നോക്കട്ടെ എന്താണ് പരിപാടി. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ പ്രത്യേക സ്ഥലത്ത് കയറാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് പാർക്കിംഗ് ആണെങ്കിൽ ഒട്ടും നടക്കില്ല. അപ്പം ഇതുവഴി എന്തായാലും ഒന്ന് കയറി ഇതിന് എങ്ങനെയാണ് പാർക്കിംഗ് എന്ന് അറിയില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം. ഈ വഴി ഗേറ്റിംഗ് മാത്രമേ ഞങ്ങൾ കയറുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഒരു കയറിക്കൊള്ളാൻ പറഞ്ഞു. നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. പാർക്കിംഗ് കിട്ടും നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ മാളിനകത്ത് കയറി. സംഭവം തിരിച്ചു പോകുന്നെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട്, മീൻസ് അതുവഴി കയറാൻ പറ്റിയതുകൊണ്ട് വന്നപ്പോൾ ഇവിടെ പാർക്കിംഗ് കിട്ടി. അല്ലെങ്കിൽ എൻ്റെ പൈസ പോകാനുള്ളത് കൊണ്ട് മിക്കവാറും പാർക്കിംഗ് കിട്ടുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. അപ്പം എന്തായാലും നമുക്കിനകത്തേക്ക് കയറാം. മൂന്ന് അന്തന്മാര് മാള് കാണാൻ നമ്മളെന്തായാലും അകത്തേക്ക് കയറട്ടെ. കയറുന്നതിന് മുന്നേ എനിക്ക് കൊട്ടേഷൻ തരാനുള്ള പരിപാടിയാണ്. ബാഗും തൂക്കി ഡോറയും ബുജിയൊക്കെ നടന്നു പോവുകയാണ്. ഡോറ ബുജി ഇപ്പൊ വണ്ടി ഇടിക്കും, പിടിച്ചോണ്ട് പോകും. തന്നെ ഒരു 3 എൻട്രൻസ് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട്
ഈ ഐസ് റോൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത്രയും നടന്ന് ഇങ്ങ് അറ്റം വരെ വന്നിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പുറത്തെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്, തിരക്കുമാണ്. എപ്പം മേടിച്ചിട്ട് പോകാനാണ് മാറുന്നത്. സ്ഥലം ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ച് കഴിഞ്ഞു. ഇപ്പം നമുക്കുള്ള ഇതാണ്. അത്ര ഇഷ്ടമാണ് ഇഷ്ടം. എന്തൊക്കെയാ സംഭവങ്ങളുള്ളത്? മാർക്കറ്റിൻ്റെ തിരക്കുണ്ട്. അതിനകത്ത് ഇനി കയറണം. നോക്കട്ടെ. ഫംഗ്ഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ ലേറ്റായില്ലേ. സന്ധ്യ സമയത്തൊക്കെ ഇവിടെ ഒരു 6 മണി ആ സമയത്തൊക്കെയാണ് മിക്കപ്പോഴും ഫംഗ്ഷൻ നടക്കുക. നമ്മളെന്തായാലും വന്നപ്പോൾ മണി 8:30. തന്നെ കണ്ടത് ഇതിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. എല്ലാം നമ്മൾ നോക്കട്ടെ. സംഭവം എവിടെയാണെന്നും അറിയണം. നമ്മളിതേ ഒരു സാധനം ഓർഡർ ചെയ്തേ കാണിച്ചു തരാം കേട്ടോ. ആവിയൊക്കെ പറക്കുന്നുണ്ട്. കൊള്ളുന്നത് സംഭവമൊക്കെ കൊള്ളാം. ചൂട് പൊള്ളിപ്പോയി. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ എടുത്ത് കത്തുന്ന. ഇതിങ്ങനെ ഇതിൻ്റെ സാധനമാണ് നോക്കിയാൽ കൊള്ളാണത്. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എന്തായാലും അത് ഫിനിഷ് ചെയ്തു. സംഭവത്തിൻ്റെ പേര്
40 സിഗ്നേച്ചർ ചിക്കൻ സിസ്ലേഴ്സ് എന്നുള്ള സാധനമാണ്. ഉള്ളതാണ് ടേസ്റ്റ്. ചൂട് വരുന്നു പൊള്ളി നാക്കൊക്കെ. ഒരാളുടെ കൈയും പൊട്ടി. ഈ സംഭവം തുറന്നിട്ടുണ്ട്. അവളുടെ കൈയും പൊട്ടി, അതിൻ്റെ സൈഡിൽ കയറി പൊട്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊരെണ്ണം മേടിച്ചു. ഇനിയിപ്പോൾ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് നോക്കാം. അവിടെ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചത്. ഫുഡ് കഴിച്ചപ്പോഴത്തേനും വെള്ളം ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ജ്യൂസ് വേണം, ഒരാൾക്ക് ഐസ്ക്രീം വേണം. അല്ലെങ്കിൽ ഒരാൾ ഐസ്ക്രീം ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് താഴേക്ക് ഇറങ്ങും. ഒന്നുകൂടെ ഇടുവോ? ഒന്നുകൂടെ നമ്മളിവിടെ കറക്റ്റിന് വന്നപ്പോൾ മെഹന്തി ഇടുന്നുണ്ട്. പെരുന്നാളല്ലേ, മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇത് ഇൻസ്റ്റയിൽ കണ്ടിട്ടില്ലായിരുന്നു മെഹന്തിൻ്റെ സംഭവം. അപ്പം ഇടണമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്നത്. നമുക്ക് നിങ്ങളിവിടെ കണ്ടില്ലായിരുന്നു, അതൊന്ന് മറന്നുപോയി. അങ്ങനെ ഇപ്പം നമ്മളിവിടെ കറങ്ങി ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇടണോ വേണ്ടെന്ന് ആലോചിക്കുന്നേ ഉള്ളൂ. മോളെന്തായാലും ഇടണമെന്ന് പറഞ്ഞു. അവൾ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഇടാനായിട്ട്. ഞാൻ ഇടണോ വേണ്ടതെന്നുള്ള ആലോചന. ഇടണമെന്നുണ്ട്, ഒരുപാട് നാളായി ഞാൻ മെഹന്തി ഇട്ടിട്ട്. അപ്പോൾ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം, തീരെ മടിയാണ്. ഈ കളർ ഫെയ്ഡാകുമ്പോൾ എനിക്ക് ഭയങ്കര നന്നായി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത് മെഹന്തി ഇടാത്തത്. ഇങ്ങനെ ഇടണം എന്ന് കരുതിയാണ് വന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ താഴെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്ന് അറിയാത്തത് കൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇടണോ വേണ്ടയോ? അതായത് മോളിടട്ടെ, ഇട്ടിട്ട് നോക്കാം. അപ്പോഴിടാൻ തോന്നുന്നെങ്കിൽ ഇടാം. മെഹന്തി ഇടാൻ എന്നിട്ട് ഒരു രക്ഷയില്ല. അവിടെ ഭയങ്കര തിരക്ക്. ഇനിയും കുറേ നേരം നിൽക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മെഹന്തി മേടിച്ചിട്ട് വീട്ടിൽ ചെന്ന് നമുക്കിടാം. ഭയങ്കര ഡിസൈനൊന്നും അല്ലെങ്കിലും നമുക്ക് പറ്റുന്ന ഡിസൈൻ ഇടാം. അപ്പോൾ അത് കാരണം കൊണ്ട് മെഹന്തി മേടിച്ചു. അവിടെ നിന്ന് തിരിച്ചു. അല്ലെങ്കിൽ ഇന്നൊന്നും നടക്കില്ല. ഇപ്പം തന്നെ മണി 10 12 മണിയായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഹൈപ്പർ മാർക്കറ്റിൽ സംഭവം മേടിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നില്ല. വിട്ടു വാ. അപ്പോൾ സംഭവങ്ങൾ മേടിച്ചു. അതേ മേടിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മണി 11 കഴിഞ്ഞു. എനിക്ക് വീട്ടിലെത്തണം പെട്ടെന്ന്, രാത്രിയായി. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഇറങ്ങട്ടെ. വീട്ടിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു. ബാക്കിയുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സമയം ഇപ്പോൾ 12 മണിയായി. അപ്പോൾ എന്താ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം. നാളെ കാണണം. നാളെ പറ്റുമെങ്കിൽ നാളെ കാണാം, ഇല്ലെങ്കിൽ ഇനി അടുത്ത ദിവസം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പെരുന്നാൾ ആശംസകൾ. ടാറ്റ.